അതായത് നമ്മള് ചെറുപ്പം മുതലേ ജനിച്ച് വളർന്ന് ആ ഒരു വീട് വിട്ടു പോവാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. കല്യാണത്തിന്റെ സമയമാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതും സ്ട്രെസ് അനുഭവിക്കുന്നതും മെന്നാണോ വിമണാണോ എന്ന് വലിയൊരു ചോദ്യമാണ്. അപ്പം എന്റെ കൂടെ ഇപ്പോൾ ആക്ച്വലി രണ്ടുപേരുണ്ട്, ഒന്ന് നിഹാൽ ഒന്ന് ഹിബ. രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഇതിൽ ഒരാള് അൺമാരീഡ് ആണ്, അല്ല രണ്ടാളും അൺമാരീഡ് ആണ്, പക്ഷെ ഹിബ എൻഗേജ്ഡ് ആണ്. അപ്പൊ ഹിബക്ക് ഇപ്പോൾ നിയാലിനേക്കാൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ടാവും. നിയാലെ അന്റെ ഏജ് ഇപ്പൊ എത്രയായി? 23. 23. ഇപ്പൊ അന്റെ മാരേജ് നോക്കുന്നുണ്ടോ? വേറെയില്ല. അന്റെ മാരേജ് ഇപ്പൊ നോക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ അതിന് മെന്റലി ഫിനാൻഷ്യലി ഓക്കെ ആണോ? ഇപ്പത്തെ സ്റ്റേജില് ഓക്കെ അല്ല. മെന്റലി ആണോ കൂടുതൽ ഓക്കെ ആകേണ്ടത്, അതോ ഫിനാൻഷ്യലി ആണോ കൂടുതൽ ഓക്കെ ആകേണ്ടത്? അതില് നമുക്ക് അങ്ങനത്തെ നോക്കാന്നുണ്ടെങ്കിൽ രണ്ടിലും മെന്റലി ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും സെറ്റിൽ ആവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം വെച്ചാല് ഇപ്പോ ഫിനാൻഷ്യലി സെറ്റിൽ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള സാധനങ്ങൾ പരിപാടികളൊന്നും നടപടിയാവില്ല. അപ്പോ മെന്റലിയും കൂടി അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ആൺകുട്ടി അയാളുടെ ഒരു 25-ആം വയസ്സിലും 26-ആം വയസ്സിലും ഒരു കല്യാണമൊക്കെ കഴിച്ചൊരു ഫാമിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ലെവലിലേക്ക് എത്തുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് നമുക്ക് ഒരു 20 വയസ്സാകുമ്പോൾ തന്നെ തുടങ്ങും. ഒരു മിഡിൽ ക്ലാസ് ബോയ് എന്നുള്ള ലെവലിൽ ഇപ്പൊ ഞാനത് നല്ലപോലെ അനുഭവിച്ച ഒരാളാണ്. ലൈക്ക് ഞാൻ ഇപ്പോൾ കാലിക്കറ്റ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നെ ഫിനാൻഷ്യലി ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഒന്നും അവർക്കില്ല. അപ്പോൾ സാധാരണ നോർമൽ ഒരു കൂലിപ്പണിക്കാരനാണ് പാപ്പ, ഉമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടും ആ ഒരു 20-ആം വയസ്സിലാണ് എനിക്ക് തോട്ട് തോന്നിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേബിളായി നിൽക്കണം എന്നുള്ളത്. അപ്പം നോർമലി ഇവിടെ വന്നു, പാർട്ട് ടൈം ജോബ് ചെയ്തു, 1.5 ക്ലാസ്സിന് പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒന്നൊന്ന് കരക്കടുപ്പിച്ചത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2-3 വർഷത്തിന്റെ ഉള്ളിൽ ഒന്നൊന്ന് സ്റ്റേബിൾ ആയിട്ട് ഈ കല്യാണ പരിപാടികളൊക്കെ നോക്കാന്നുള്ളതാണ് പേഴ്സണലി. ഓക്കെ ഹിബ, ഈ ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഈ കല്യാണത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ പണ്ട് ഈ മെന്റലി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇപ്പൊ നിലവിൽ ഫേസ് ചെയ്യുന്ന സ്ട്രഗിളും സ്ട്രെസ്സും എന്താണ്? അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടോ? ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രിപ്പയർ ആവാന്ന് പറയുന്നത് ഒരു തരത്തിൽ ചെറിയ ടെൻഷനാണ്. പക്ഷെ ഫാമിലിയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കാന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ വീട് വിട്ട് പോവാണ്. അതായത് നമ്മള് ചെറുപ്പം മുതലേ ജനിച്ച് വളർന്ന് ആ ഒരു വീട് വിട്ടു പോവാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മള് കേറി പോണ അവിടെയുള്ള ആൾക്കാരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പം നമുക്ക് മുന്നേ അതൊന്നും മനസ്സിലാവണമെന്നില്ല, ഒരു നല്ല ആൾക്കാരായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇവഞ്ച്വലി അത് ഭയങ്കര ബാഡ് ആവും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ആണുങ്ങൾക്ക് ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുള്ളവർക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ലാത്തവർക്കാണ് ഇപ്പൊ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ പിന്നെ ഗേൾസിനാണല്ലോ ബുദ്ധിമുട്ട് കൂടുതൽ. ഓക്കെ, ഹിബ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഹിബന്റെ ഒരു പെർസ്പെക്ടീവില് ഹിബ ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുണ്ടോ? ആസ് എ ഗേൾ എന്നുള്ള നിലക്ക് അങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം എന്നുള്ളത് സൊസൈറ്റിയിൽ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ സൊസൈറ്റിയിൽ നിർബന്ധമുള്ള കാര്യമില്ല. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്, മെയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണമെന്ന്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, 25-ആം വയസ്സിലും 26-ആം വയസ്സിലും ഏതെങ്കിലും ഒരാൾക്ക് കംപ്ലീറ്റ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുള്ള ഒരു ഇതുണ്ടാവോ? അത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, ഇന്ന് കുറെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എൻഗേജ്മെന്റിന് കുറെ ബൊക്കെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് പോവുക, അതുപോലെ തന്നെ ഫോൺ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നിർബന്ധിതരാവുകയാണ്. ഇത് നമ്മളും കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാകും, അല്ലെങ്കിൽ നമ്മളും കൊടുത്തേ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിർബന്ധിതരാവുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ ആൾക്കാര് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടുന്ന പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോണാണെങ്കിൽ വരെ ഇപ്പൊ ഒരു ബോയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഇതിലേക്കൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട്. പക്ഷെ കൂടുതലും അങ്ങനെയുള്ള സംഭവം അല്ല നാട്ടില് നടക്കണത്. അപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയവര് തന്നോട്ടെ എന്നുള്ള അങ്ങനെ പ്രശ്നം നടക്കും. ഞാനിപ്പോ ഈ ഒരു സെയിം കാര്യം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു എൻഗേജ്മെന്റിന് പോകുന്ന സമയത്ത് ഇപ്പൊ ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് കാര്യങ്ങളായിട്ട് പോവുക. അത് ആളുകൾക്ക് കൂടുതലും അതിന്റെ ചിന്ത വരാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കാണുന്നുണ്ട്. ഞാന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ലൈക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാന്നുള്ള ലെവലല്ല പറയണേ. ഇപ്പോ ഹിബ പറഞ്ഞ പോലെ ഇപ്പൊ സൊസൈറ്റിയിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിപ്പം നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ വരുമ്പോ, ഇപ്പൊ എനിക്കിപ്പോ ഒരു ബ്രദർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ആ സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് അവന്റെ കല്യാണം വരുമ്പോ അവനക്കത് കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സൊസൈറ്റിനെ മാറ്റിയെടുത്തിട്ട് ആസ് എ പേഴ്സണൽ ലെവലിൽ ഓനക്ക് ഹേർട്ട് ആവുന്ന കാര്യമാവും.
ലൈക്ക് ഞാനത് ഫുള്ളി ഞാൻ സ്റ്റേബിൾ ആയി ഞാൻ ചെയ്തു, അവനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള ലെവലില് ഓനക്ക് സ്വന്തമായിട്ട് ഹേർട്ട് ആവുന്ന ഒരു കാര്യം. അപ്പോൾ നോർമലി അതൊരു ഒരു എന്താ നമ്മളെ ചോരയിൽ തന്നെ എന്തെങ്കിലും ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ചാൻസ് ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങളൊന്നല്ല, നോർമലി അവന് ഫേസ് ചെയ്യാനും ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നമാതിരി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ട്രെൻഡായി മാറരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹിബക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഇതൊരു? അങ്ങനെ ട്രെൻഡ് ആക്കണം എന്നുള്ളൊരു അതായത് ഇപ്പൊ കുറെ ആളുകൾ ഇത് ട്രെൻഡിന്റെ പുറകെ പോവാണ്. അതായത് ഒരാൾ ഒരു റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതേപോലെ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ആഫ്റ്റർ മാരേജിൽ ഹിബ ജോലിക്ക് പോകണം, ലൈക്ക് എനിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടോ? മൈൻഡ് ഉണ്ട്. അതായത് ഇപ്പൊ ലൈക്ക് പാർട്ട്ണർ മാത്രം ജോബിന് പോയാൽ പോരാ. കാരണം നമ്മളെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ പാർട്ട്ണറിനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു ഇത് എനിക്കില്ല. സോ ഞാന് അല്ല ജോലിക്ക് പോയി ഞാൻ ആ ഒരു തരത്തിലല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എങ്ങനെ വെച്ചെങ്കിൽ ഇപ്പൊ ആഫ്റ്റർ മാരേജിൽ അല്ല എന്റെ പാർട്ട്ണർ പോയിക്കോട്ടെ, എന്റെ കാര്യങ്ങളൊക്കെ എന്റെ പാർട്ട്ണർ ആണല്ലോ ചെയ്യേണ്ടത്, ഞാൻ പൈസ ചോദിക്കുമ്പോ തരണം, ആ ഒരു മെന്റാലിറ്റി ആണോ? അല്ല, അങ്ങനെ ഒരു അങ്ങനല്ല. ലൈക്ക് മ്യൂച്വലി ഷെയർ ചെയ്തിട്ട് ഒരുമിച്ച് രണ്ടാളും ലൈഫ് ബിൽഡ് ജോബിനൊക്കെ ചെയ്യണം. പോയിട്ട് അങ്ങനെ ഞാൻ ലൈക്ക് പാർട്ട്ണർ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ലൈൻ ഓക്കെയാണോ അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കണം? അതൊക്കെ ഓക്കെ, അതിനൊന്നും പ്രശ്നമില്ല. അതൊന്നും വിഷയമില്ല. അപ്പം എൻ്റെ ഒരു മാരേജ് ഇപ്പൊ നോക്കി തുടങ്ങുകയാണെങ്കിൽ ഈ ഫേസ് ചെയ്യാൻ പോകുന്ന സ്ട്രഗിൾസ് എന്തൊക്കെ ആവും? എൻ്റെ സ്ട്രഗിളിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഉണ്ടാവും. ലൈക്ക് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറയാന്നുണ്ടെങ്കിലും ഓൾറെഡി ഒരു കുട്ടിയായിട്ട് റിലേഷനിലാണ്. അത് എനിക്കത് റിയൽ ചെയ്യാനൊന്നുമില്ല. അപ്പം അത് ആളെ വീട്ടിലും എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. നോർമലി എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭാവിയിലൊന്നും ശരിയായി വരാനുള്ളൊരു സ്ട്രഗ്ലിങ് ഏതായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ലൈക്ക് ശരിയാവാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നമ്മളൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകണം എന്നാണ് ആളും ഞാനും വിചാരിക്കുന്നത്. മാരേജിന് ഏജ് എന്ന് പറയുന്നത് മെയിൻ ഫാക്ടർ ആണോ ആക്ച്വലി? ഈ പ്രായത്തിൽ നിങ്ങൾ കെട്ടണം അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. തോന്നില്ല. മാരേജിൽ ഒരിക്കലും ഏജ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് കാണുന്നില്ല. ഞാൻ പറയുമ്പോൾ നല്ല പോലെ അങ്ങോട്ട് പോരുതെന്നാണ് ഞാനും പറയാം. ലൈക്ക് ഏജ് നല്ല ഏജ് ഓവർ ഓവർ ആവരുതെന്നുള്ള ലെവലില് ഏജ് ഓവർ മീൻസ് ഏകദേശം എത്ര ഏജ് ആണ്? 30 above ആകുമ്പോൾ കൂടുതലും കുറച്ച് നമ്മൾ സൊസൈറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലാണ്ടുള്ള പ്രശ്നങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യം, കൂടെയുള്ള എല്ലാവരും കല്യാണം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് ചില ആളുകൾക്ക് ഈ ഒരു ഒറ്റപ്പെടൽ തോന്നുക. എന്റെ ഫ്രണ്ട്സ് മാരേജ് കഴിയുന്നു, എന്റെ സെയിം ഏജിലുള്ള കസിൻസിന്റെ മാരേജ് കഴിയുന്നു, ആ രൂപത്തില്. ആ ഒരു സമയത്ത് കുറെ ആളുകൾ ഇത് ഇപ്പൊ ഞാനും ചെയ്തേ പറ്റുമെന്നൊരു ഇതില്, അത് സത്യം പറഞ്ഞൊരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പോയില്ല. കാരണം വെച്ചാൽ എല്ലാവരും പോയി ഇനി ഞാനും എന്നാ ചെയ്യാന്നുള്ള ലെവലിൽ എവിടുന്നേലൊക്കെ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ലെവലാക്കി അതിലാറും ഭേദം നമ്മളൊന്ന് ഫിനാൻഷ്യലി മെന്റലി ഓക്കെ ആയിട്ട് ഒരാളെ സ്വീകരിക്കാന്നുള്ളതാണ്. ലൈക്ക് ഇവിടെ ഇപ്പൊ നമ്മളെ ലൈഫ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഓപ്പോസിറ്റിലേക്കുള്ള ആളെ കൂടി പാർട്ട്ണർ കൂടി ലൈഫ് നോക്കണം. അപ്പോൾ മെന്റലി ആളും ഞാനും ഓക്കെ ആയിട്ട് അതിലൊരു നല്ലൊരു ജീവിതം മുന്നോട്ട് പോവാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഹിബ ഇപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞതാണല്ലോ. ഹിബന്റെ പാർട്ട്ണർ ഇപ്പൊ ഹിബനോട് പറയാണ് നമുക്ക് കല്യാണം നടത്താൻ ഞാൻ ഫിനാൻഷ്യലി ഓക്കെ അല്ല, അപ്പൊ നമുക്ക് മ്യൂച്വലി ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കല്യാണം നടത്തിയാലോ എന്ന് പറയുമ്പോൾ ഹിബ എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യും? ഞാൻ വേണ്ടാന്ന് പറയും. എന്തായാലും കല്യാണം ഇപ്പൊ വേണ്ടെന്നാണോ അത് ലോൺ വേണ്ട? ലോൺ വേണ്ടാന്ന് പറയും. കാരണം ഞാൻ ലോണൊക്കെ എടുത്ത് ബുദ്ധിമുട്ടി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും അങ്ങനെ ഒരു കാര്യം നിർബന്ധിക്കില്ല. ഫിനാൻഷ്യലി എപ്പോഴാണോ സ്റ്റേബിൾ ആണ്, അങ്ങനെ മൊത്തത്തിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് വേണം എന്നില്ല എനിക്ക്. ഒരു കല്യാണമൊക്കെ സിമ്പിൾ ആയിട്ടൊരു കല്യാണമൊക്കെ നടത്താൻ പറ്റിയൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നടത്തട്ടെ. അല്ലാണ്ട് ലോൺ ടൈം കൊടുക്കും അതിനുള്ള. ഞാന് എന്താ പറയാ, ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത സമയത്ത് ലോണിനെ കുറിച്ച് ചിന്തിക്കുവോ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്? ഇല്ല, അങ്ങനെ നമുക്ക് എന്തായാലും ഒരു വീട്ടുകാരെ ഇത് ആലോചിക്കാന്നുണ്ടെങ്കിൽ പ്രഷറൈസ് ഉണ്ടാവും. ലൈക്ക് അങ്ങനത്തെ ചെയ്തോ എന്നുള്ള ലെവലിൽ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഈ ലോണിന്റെ പിന്നാലെ ഓടേണ്ടി നമ്മളും നമ്മളെ ഫാമിലി മാത്രം. ലൈക്ക് നമ്മൾ തന്നെയാ, ഫാമിലി ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ ബന്ധുക്കളും വരൊക്കെ ഒന്ന് അവിടെ വന്ന് റിസപ്ഷനിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയി എന്നുള്ളതിന് ഓർക്ക് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടും കാര്യങ്ങളും കടം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം. കല്യാണം കഴിഞ്ഞ നേരെ പിറ്റേന്ന് മുതൽ പിന്നെ നമ്മളെ മനസ്സിലേക്ക് EMI, ഇതിന്റെ ഇൻട്രസ്റ്റ്, പിന്നെ ആ മാരേജ് കഴിഞ്ഞ പാർട്ട്ണറുമായിട്ട് ഒരു സമാധാനത്തോടുള്ള ജീവിതം ഇപ്പൊ കിട്ടണമെന്നില്ല. അത് കുറച്ച് ലക്ഷങ്ങളാണെന്നുണ്ടെങ്കിൽ അധികം കൂടുതൽ ടൈമും നേടും. അപ്പം പിന്നെ അതിനോട് ചിന്തിച്ചിട്ട് കാര്യമില്ല. യെസ്, അപ്പോ ഇങ്ങനെ കുറച്ച് ആൻസേഴ്സ് ആയിരുന്നു ആക്ച്വലി എനിക്ക് വേണ്ടത്. കാരണം കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറെ ആളുകൾക്ക് ടെൻഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ടും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ് ഈ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും
കല്യാണം ആ ഒരു ഇതിനോട് അടുക്കുന്ന സമയത്തും അതുപോലെ ഒരിക്കലും മെന്ന് മാത്രമാണ് വിമണ് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ബോത്ത് രണ്ടുപേരുടേതായ തരത്തിൽ കുറെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ഓരോരുത്തർക്കും എന്താ പറയാനുള്ളത് എന്നാണ് ഇപ്പം ഇവര് തമ്മിൽ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കോമന്റ് സെക്ഷനിൽ അറിയിക്കും.